റമീസ് ഇങ്ങനെ പോകുന്ന സമയത്ത് റമീസിന്റെ പാരന്റ്സ് ഇതിന് സപ്പോർട്ടായിരുന്നു. എന്നെ ആ സമയത്ത് ഹാപ്പി ആവുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ബേസിക്സ് ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്ലാസ്സിനപ്പുറത്തേക്ക് അവർക്ക് പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല, അല്ലെങ്കിൽ സ്കൂൾ സിസ്റ്റത്തിലില്ല. റമീസിനുള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു, ഞാൻ എടുക്കുന്നത് ഒരു റിസ്ക് ആണ്. ചെറുപ്പം മുതലേ, വളരെ ചെറിയ പ്രായം മുതലേ ഞാൻ എടുക്കുന്ന ഡിസിഷൻസിൽ എൻ്റെ പാരന്റ്സ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പാരന്റ്സിന് കുട്ടികളെ നോക്കാൻ സമയമില്ല എന്നുള്ള രീതിയിൽ, കാരണം ജോലി തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടോ റമീസിന്? പാരന്റ്സിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനെ നമ്മൾ നല്ല രീതിയിൽ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളൊരു പാരന്റിനെ പോലും ചില കുട്ടികളുടെ അടുത്തൊക്കെ ആക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത, ഫ്രണ്ട്സ് ഇല്ലാത്ത, ബ്രദർഹുഡ് അറിയാത്ത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എൻജോയ്മെന്റും അറിയാത്ത 4 വർഷമാണ് ആ കുട്ടിയുടെ ചൈൽഡ്ഹുഡിൽ ആ പാരന്റ്സ് സമ്മാനിച്ചിട്ടുള്ളത്. റമീസിന് ഇതുപോലെ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുന്ന ഒരാളോട് റമീസിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താ? ഒരിക്കലും ഒരു സംരംഭകനാവാനും വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങിയത്. അവിടെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യണം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ക്യാപ്പബിൾ ആയിരിക്കണം. ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ഒരു വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാഷൻ വേണം. ഈ പാർട്ട്നേഴ്സിന്, റമീസിനും പാർട്ട്നേഴ്സ് എപ്പോഴെങ്കിലും ഇത് ക്വിറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ ഒരു നമസ്കാരം. പോഡ്കാസ്റ്റിൽ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഒരു യുവ സംരംഭകരാണ്. കൂടാതെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സിനിമാ നടൻ ശ്രീ നിവിൻ പോളിയുടെ പുതിയ സംരംഭത്തിൻ്റെ പാർട്ട്ണർ കൂടിയായ ശ്രീ റമീസ് അലി. അദ്ദേഹത്തെ നമുക്കിത് സ്വാഗതം ചെയ്യാം. റമീസിനോട് ആദ്യമായി ചോദിക്കാനുള്ളത്, റമീസിൻ്റെ ആദ്യത്തെ ഒരു ബിസിനസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവെൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡൻ്റ് ആപ്പിലൂടെയാണ് റമീസ് ഈ ഒരു ബിസിനസ് ലോകത്തോട്ട് കടന്നു വരുന്നത്, അല്ലേ? അപ്പോൾ റമീസ് പഠിച്ച് കഴിഞ്ഞിട്ടാണോ ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നത്, അല്ലെങ്കിൽ മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയാം. അതായത് എംപ്ലോയിഡ് ആയിട്ടില്ല. എപ്പോഴും ഒരു എംപ്ലോയർ ആയിട്ടിരിക്കാനുള്ള ഒരു ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് അറിയില്ല, പക്ഷെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ആക്ച്വലി ഞാൻ തുടങ്ങുന്നത് ഒരു ടീച്ചറായിട്ടാണ്. ഞാൻ +2 കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 1 ഇയർ റിപ്പീറ്റ് ചെയ്തു എൻട്രൻസിന് വേണ്ടിയിട്ട്. പിന്നീട് ഞാൻ ലോ കോളേജിൽ ജോയിൻ ചെയ്യാണ്ടായി. ഗവൺമെൻറ് ലോ കോളേജ് കോഴിക്കോടാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ആ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ടും, പിന്നെ ആ സയൻസ് ഫ്രെറ്റേണിറ്റിയിൽ ഒരുപാട് പേര് അറിയുന്നതോടും, പിന്നെ പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു. ടീച്ചിങ് ഇഷ്ടമായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തെ നമ്മൾ ക്ലാസ്സിലുള്ള സുഹൃത്തുക്കളെ പഠിപ്പിക്കുകയും ജൂനിയേഴ്സിനെ പഠിപ്പിക്കുകയും എന്നെ സിബ്ലിങ്സിനെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയതാണ്. ആദ്യം എൻട്രൻസ് കോച്ചിങ്ങിൽ പഠിപ്പിച്ചു തുടങ്ങി. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര ക്ലോസ് ആയി. അങ്ങനെ കുട്ടികളിലുള്ള ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യണം എന്നുള്ളൊരു ഡെസ്പറേറ്റ് ഒരു ഫീലിംഗ് ഉള്ളിൽ വന്നു തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ആക്ച്വലി ഇപ്പോൾ ഒരു +1 +2 പഠിക്കുന്ന, അല്ലെങ്കിൽ ഒരു 15-16 വയസ്സായ കുട്ടികളിലൊക്കെ കാണുന്ന ട്രബിൾസ്, അല്ലെങ്കിൽ അവരുടെ അക്കാഡമിക് ചാലഞ്ചസ് എപ്പോഴും അവരുടെ ചൈൽഡ്ഹുഡിലുള്ള ഓരോ പ്രോബ്ലംസിലേക്ക് റിലേറ്റഡ് ആണ്. അപ്പോൾ അവർക്ക് പലപ്പോഴും ബേസിക്സ് ലാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഫാമിലി എൻവയോൺമെന്റ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സാണ് അവരുടെ അക്കാഡമിക്സിനെ ബാധിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് നമ്മളൊരു പേഴ്സണലൈസ്ഡ് കെയർ കൊടുക്കുന്ന ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ നമ്മൾ ഹോം ട്യൂഷൻ സർവീസ് പോലെ, ഒരു മാർക്കറ്റ് പ്ലേസ് പോലെ ടീച്ചേഴ്സിൻ്റെ ബിൽഡ് ചെയ്യാന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പം ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ 2016. ഞാൻ 2016 കോളേജിൽ ജോയിൻ ചെയ്യുന്നത്. കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഫസ്റ്റ് ഇയറിൽ. അങ്ങനെ ഒരു 1.5 വർഷം നമ്മൾ അത് ട്രൈ ഔട്ട് ചെയ്തു. പക്ഷെ അത് അങ്ങനെ വർക്ക്ഔട്ട് ആയില്ല. പിന്നെ ആണ് ഇപ്പോഴുള്ള കോഫൗണ്ടേഴ്സിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ഇന്റർവെൽ തുടങ്ങുന്നത്. അപ്പോൾ ഇന്റർവെൽ തുടങ്ങുമ്പോഴും ഇനീഷ്യലി ഇറ്റ് വാസ് ഓഫ്ലൈൻ സെന്റർ ഫോർ പേഴ്സണലൈസ്ഡ് ലേണിംഗ്. ഒരു ട്യൂഷൻ ആപ്പ് എന്നുള്ള രീതിയിൽ, ഒരു ട്യൂഷൻ ആപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ട്യൂഷൻ സെന്റർ. അവിടെ കുട്ടികൾ വരുന്നുണ്ട്, ടീച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ യൂഷ്വൽ ട്യൂഷൻ സെന്റർ പോലെയല്ല. അതായത് ഒരു ടീച്ചറും ഒരു 10-100 കുട്ടികളുള്ള അങ്ങനെ സിസ്റ്റം അല്ല. ഒരു 20 കുട്ടികളാണെങ്കിൽ ഒരു 10 ടീച്ചേഴ്സ്, അല്ലെങ്കിൽ 15 ടീച്ചേഴ്സ്. ആ ഒരു റേഷ്യോ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തിയിട്ട് ഓരോ കുട്ടികൾക്കും പേഴ്സണൽ കെയർ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഓഫ്ലൈൻ സെന്റർ പോലെ തുടങ്ങിയതായിരുന്നു. പിന്നീട് കോവിഡ് വന്നു. അപ്പോൾ കോവിഡ് വന്നപ്പോഴേക്കും ഞങ്ങൾക്ക് ഒരുപാട് സെന്റേഴ്സ് ആയിരുന്നു ഓൾറെഡി. അപ്പൊ അതെല്ലാം ക്ലോസ് ചെയ്യേണ്ടി വന്നു. ആ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് 2020 ലാസ്റ്റിലൊക്കെ ആവുന്ന സമയത്ത് ഓൺലൈനിൽ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുന്നതും ഇന്റർവെല്ലിന് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ട് ലോഞ്ച് ചെയ്യുന്നതും. അപ്പോൾ ഈ പാരൻസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ എപ്പോഴും കാണുന്നത് നമ്മുടെ പാരൻസിനെല്ലാം നമ്മൾ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോവുക, എല്ലാ മാസം ആ കറക്റ്റ് ഡേറ്റിൽ ശമ്പളം കിട്ടുക എന്നുള്ള രീതിയാണ് മിക്കവാറും പാരൻസ് എല്ലാം പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ റമീസ് ഇങ്ങനെ പോകുന്ന സമയത്ത് റമീസിൻ്റെ പാരൻസ് ഇതിന് സപ്പോർട്ടായിരുന്നോ?
ഞാൻ ആക്ച്വലി ആ കാര്യത്തിൽ കുറച്ച് പ്രിവിലേജ്ഡ് ആയിരുന്നു എന്ന് ഞാൻ പറയും. കാരണം എപ്പോഴും ഞാൻ ചെറുപ്പം മുതലേ, വളരെ ചെറിയ പ്രായം മുതലേ ഞാൻ എടുക്കുന്ന ഡിസിഷൻസിൽ എൻ്റെ പാരന്റ്സ് ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. അതിനി ഞാൻ 10th കഴിഞ്ഞ് ഏത് സ്ട്രീം എടുക്കണമെന്ന് ചൂസ് ചെയ്തതായാലും, സ്കൂളൊക്കെ എൻ്റെ മാത്രം സെലക്ഷൻ ആയിരുന്നു. അപ്പം ഞാനാണ് പറഞ്ഞത് എനിക്ക് ബോർഡിംഗ് സ്കൂളിൽ പോയിട്ട് പഠിക്കണം, മലപ്പുറം ജില്ലയിൽ നിന്നും ട്രാവൽ ചെയ്തിട്ട് തൃശ്ശൂർ പോയിട്ട് +1 +2 പഠിക്കണം എന്നൊക്കെ. അപ്പം അതിനൊക്കെ എൻ്റെ പാരൻസ് സപ്പോർട്ടായിരുന്നു. അങ്ങനെ ഞാൻ 2-3 വർഷം എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തു. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ലോ സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനും പാരൻസ് സപ്പോർട്ടായിരുന്നു. അപ്പം എപ്പോഴും എൻ്റെ ഡിസിഷനിൽ എന്നെക്കാളും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടുള്ളവരായിരുന്നു എൻ്റെ പാരൻസ്. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ കുറച്ച് പ്രിവിലേജ്ഡ് ആയിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് സപ്പോർട്ടിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. റമീസിനുള്ളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു, ഞാൻ എടുക്കുന്നത് ഒരു റിസ്ക് ആണ്? അല്ല, ഞാൻ അതിനെന്താ പറയുക, ഏത് ഡിസിഷൻ ആയാലും ഇപ്പം എനിക്ക് ലോ കരിയർ ഞാൻ ചൂസ് ചെയ്തതായി കഴിഞ്ഞാലും, ഞാൻ ടീച്ചിങ്ങിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതായാലും, ആൻഡ് ഈവൻ ഓൺടർപ്രണർഷിപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞതായാലും, അതങ്ങനെ ഒരു ലോങ് ടേം വിഷനോട് കൂടി ഒരു 20-30 ഇയേഴ്സ് വിഷനൊന്നും അല്ലായിരുന്നു. അതെപ്പോഴും എന്നെ ആ സമയത്ത് ഹാപ്പി ആവുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു, ഞാൻ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് കുട്ടികളിൽ ഞാനൊരു പ്രോബ്ലം കണ്ടു, ആ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു, അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചു. എന്തായിരുന്നു അത്? അതായത് ഈ കുട്ടികൾക്ക് പേഴ്സണലൈസ്ഡ് കെയർ ലാക്ക് ചെയ്യുന്നു. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഈ കുട്ടിയെ സംബന്ധിച്ച് ആ കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലെങ്കിൽ സ്കൂളിലെ ഹൈസ്കൂൾ ടീച്ചർ അടുത്ത് പോയി ചോദിക്കാൻ പറ്റില്ല. കാരണം ആ ടീച്ചർക്ക് ഒരു മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാനുള്ള സമയമോ സാവകാശമോ ക്ഷമയോ ഒന്നും ഉണ്ടാവില്ല. അതിനി ട്യൂഷൻ സെന്ററിൽ പോയി കഴിഞ്ഞാൽ സിമിലർ സിനാരിയോ ആയിരിക്കും. അപ്പൊ പലപ്പോഴും കുട്ടികൾക്ക് ബേസിക്സ് ലാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്ലാസ്സിനപ്പുറത്തേക്ക് അവർക്ക് പിന്നെ അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല, അല്ലെങ്കിൽ സ്കൂൾ സിസ്റ്റത്തിലില്ല. അപ്പൊ കുട്ടികൾക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് ഏത് പ്രായത്തിലും എന്തും എക്സ്പ്ലോർ ചെയ്ത് പഠിക്കാനും അവരുടെ പേസിനനുസരിച്ച് അവരുടെ സ്റ്റൈലിനനുസരിച്ച് അവരെ പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സ് അവൈലബിൾ ആവണം. അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്നല്ല, ഒരു വ്യക്തിയെങ്കിലും, അത് പാരന്റ്സ് ആയാലും മതി, അവൈലബിൾ ആവണം എന്നൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഫിലോസഫി, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്കൂൾ ഓഫ് തോട്ട് ഒക്കെ. അപ്പം അങ്ങനെയാണ് നമ്മൾ കുട്ടികൾക്കും വേണ്ടിയിട്ട് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ തുടങ്ങുന്നത്. അപ്പൊ കുട്ടികൾക്ക് പേഴ്സണലൈസേഷൻ കിട്ടണം, കുട്ടികൾക്ക് കെയർ കിട്ടണം, കുട്ടികളുടെ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം എന്ന് മാത്രമായിരുന്നു നമ്മുടെ ആഗ്രഹം. അപ്പം ഓരോ കുട്ടിയുടെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തത്. പക്ഷെ ഓവർ ദി പീരീഡ് ഇതൊരു ബിസിനസ്സായി മാറി, ഇതൊരു സംരംഭമായിട്ട് മാറി എന്നുള്ളത്. അപ്പൊ ഒരിക്കലും ഒരു സംരംഭകനാവണം, നാളെ മുതൽ ഞാനൊരു ബിസിനസ് തുടങ്ങുന്നു, ഒരു സംരംഭകനാവുന്നു, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ബിസിനസ് അല്ല ഇന്റർവെൽ. അത് നമ്മൾ 5 കുട്ടികളുടെ ഒരു പ്രോബ്ലം കണ്ട് അത് സോൾവ് ചെയ്ത് തുടങ്ങി, അത് 50ആയി, അത് 500ആയി, അത് 50,000 അങ്ങനെയാണ് അതൊരു ബിസിനസ്സായി മാറിയത്. ഈവൻ ഇത് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കുറച്ചൊക്കെ ലോസ് സംഭവിച്ച് അതിന്റെ യൂണിറ്റ് എക്കണോമിക്സിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങുന്ന സമയത്താണ് ഇതൊരു ബിസിനസ് ആണെന്നുള്ളത് ഞങ്ങൾ പോലും റിയലൈസ് ചെയ്യുന്നത്. അതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു, അതുപോലെ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്ന പോലെ ആയിരുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ലോസ് വന്നത്, ഇപ്പോ ഇന്റർവെൽ എന്നുള്ള ഒരു ഇത് എത്ര വർഷത്തിന് ശേഷമാണ് ഒരു ബ്രേക്ക് ഈവൻ ഇല്ലെങ്കിൽ ഒരു പ്രോഫിറ്റിലോട്ട് വന്നത്? നമ്മൾ 2018 സ്റ്റാർട്ട് ചെയ്യുന്നത്. 2020 വരെ ഒരു ബിസിനസ് മോഡലായിരുന്നു ഫിസിക്കൽ. ആ സമയത്തൊക്കെ ഒരു ബ്രേക്ക് ഈവൻ രീതിയിൽ തന്നെയാണ് പോയിരുന്നത്. പിന്നെ ഓൺലൈനിൽ വന്ന സമയത്ത് 2019 എന്ന് പറയുന്നത് എടെക്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ്സ് വന്ന് എടെക്കിൽ ഏറ്റവും 2019 ലാസ്റ്റ് അല്ലെങ്കിൽ 2020-21 ആ സമയം, ആ 2021 സമയം എന്ന് പറയുന്നത് എടെക്കിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരികയും മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റീറ്റേഴ്സ് സ്പെൻഡ് ചെയ്ത്, കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദ സെൻസ് ഇന്റർനെറ്റ് ഡയറക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് അല്ല, പക്ഷേ K-12 അതായത് സ്കൂൾ കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്ന എല്ലാ ഓൺലൈൻ സംവിധാനങ്ങളും മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തൊരു സമയമാണ് 2020-21. അപ്പൊ ആ സമയത്ത് ആ ഒരു മാർക്കറ്റ് പ്രഷർ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മാർക്കറ്റിംഗിലായാലും കസ്റ്റമർ അക്വിസിഷനിലായി കഴിഞ്ഞാലും മറ്റ് അഗെയിൻ ഈ എംപ്ലോയീസിന്റെ സാലറിയൊക്കെ അത് പല കമ്പനീസിന്റെ ഇൻഫ്ലുവൻസ് കാരണം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അങ്ങനെ പല രീതിയിലുള്ള നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇൻഫ്ലുവൻസസ് എടെക്കിലുള്ള ഒരു സമയമാണ്. ഈ പാർട്ട്നേഴ്സ്, റമീസിനും പാർട്ട്നേഴ്സ് എപ്പോഴെങ്കിലും ഇത് ക്വിറ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരു ഹാർഡ് ടൈമിൽ ഇത് ക്വിറ്റ് ചെയ്യണമെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയിട്ടില്ല. ചാലഞ്ചസ് വരും. അപ്പൊ ചാലഞ്ചസ് വരുമ്പോൾ ഞങ്ങൾ 5 കോ ഫൗണ്ടേഴ്സ് ആയിരുന്നു. അപ്പൊ 5 പേർക്കും ഒരുപോലെ ക്വിറ്റ് ചെയ്യണമെന്ന് തോന്നിയ മൊമെന്റ്സ് ഉണ്ടായിട്ടില്ല. 2-3 പേർക്ക് തോന്നിയിട്ടുണ്ടാവും. അപ്പൊ ബാക്കി 2 പേര് ഫുൾ ഓൺ ഫുൾ പവർ ആയതുകൊണ്ട് നമ്മൾ അങ്ങ് പാച്ചപ്പായി പോകും. അത് ആ ഒരു എനർജി മറ്റൊരാൾ ഷെയർ ചെയ്യാണ് ഞങ്ങളുടെ ഇടയിൽ പതിവ് ഉണ്ടാവാറുള്ളത്. അപ്പം ദർ ഇസ് നോ ടൈം വെൻ എവ്രിവൺ ഫെൽറ്റ് ലൈക്ക് ഡിസപ്പോയിന്റഡ് ഓർ ക്വിറ്റിംഗ്. ഇപ്പൊ റമീസിന് ഇതുപോലെ ഇപ്പൊ ഒരു പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുന്ന ഒരാളോട് റമീസിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താ? ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സംരംഭകനാവണം എന്ന് വിചാരിച്ച് ഞാൻ സംരംഭകനായതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ കുറെ അഡ്വാൻറ്റേജസ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ യുവ സംരംഭകരോട് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന യങ്സ്റ്ററോട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും ഒരു സംരംഭകനാവാനും വേണ്ടിയിട്ട് ഒരു സംരംഭം തുടങ്ങരുത്. നമ്മുടെ മുന്നിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ട്. എല്ലാ സംരംഭങ്ങളും മനുഷ്യന്മാരുടെ പ്രോബ്ലംസ് ഏതെങ്കിലും രീതിയിൽ
സോൾവ് ചെയ്യുന്നതാണ് അല്ലെ. അത് മേ ബി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പം ഉള്ള ഒരു സൊല്യൂഷനേക്കാൾ ഒരു 10% 20% മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കാം ഏത് ടെക്നോളജി എടുത്തു കഴിഞ്ഞാലും. ഇപ്പം നമ്മളിപ്പോ കാണുന്ന എട്ടൊക്കെ ആവട്ടെ, അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും ആവട്ടെ, അപ്പൊ ഈ സെപ്റ്റോ ബ്ലിങ്കി 10 മിനിറ്റ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതൊന്നും ഒരു ഇന്നോവേഷൻ അല്ല. ബട്ട് അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് ഡെലിവറി ചെയ്ത് എത്തുന്നു എന്ന് പറയുന്ന ആ ഒരു സൊല്യൂഷൻ ഒന്നും കൂടി എഫക്റ്റീവ് ആക്കി 10 മിനിറ്റ് ഡെലിവറി ആക്കി. അപ്പൊ കൺവീനിയൻസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുന്ന, ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന സംരംഭങ്ങളാണ് ബേസിക്കലി സ്റ്റാർട്ടപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ എപ്പോഴും അത് അത്തരത്തിലുള്ള ഒരു ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പൊ സ്റ്റാർട്ടപ്പിന്റെ ഒരു ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് അവിടെ ഒരു പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യണം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ കാപ്പബിൾ ആയിരിക്കണം, ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമ്മുടെ ഉള്ളിൽ ഒരു വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാഷൻ വേണം. ആ പാഷന്റെ പുറത്ത് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പം ഒരു സ്റ്റാർട്ടപ്പ് ജനിക്കുക ചെയ്യുന്നത്. അല്ലാതെ നമുക്കൊരിക്കലും തല്ലിപ്പഴിപ്പിച്ച് ജനിപ്പിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല സ്റ്റാർട്ടപ്പ്. പാഷന്റെ പുറത്ത് ചെയ്യുന്ന ബിസിനസ് ആയിരിക്കണം. പാഷന്റെ പുറത്ത് ചെയ്യുന്ന ബിസിനസ് എന്നുള്ളത് മാത്രമല്ല, ബിസിനസ് മേ ബി ഇപ്പൊ ഞാൻ ഒരിക്കലും ഒരു പാഷനേറ്റ് ബിസിനസ്മാൻ ആയതുകൊണ്ട് ബിസിനസ് ചെയ്തൊരു വ്യക്തിയല്ല. ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഓക്കെ എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കുകയും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പാക്ട്, ഇപ്പം എൻ്റെ പ്ലാറ്റ്ഫോമിൽ പഠിച്ച കുട്ടികളുടെ റിസൾട്ട്, കുട്ടികളുടെ ഹാപ്പിനെസ്, പാരന്റ്സിന്റെ ഹാപ്പിനെസ്, അത്തരം പോസിറ്റീവ് ഫാക്ടേഴ്സ് ആണ് എന്നിലുള്ള ബിസിനസ്മാൻ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുപോലെ പാഷനേറ്റ് ബിസിനസ്മാൻ ആവണമെന്നില്ല, പക്ഷെ നമ്മൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിനോട് നമുക്കൊരു പാഷൻ വേണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനൊരു ഡ്രസ്സിന്റെ ബ്രാൻഡ് തുടങ്ങിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയെന്ന് വിചാരിക്കുക. ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം, അല്ലെങ്കിൽ ആളുകളെ കഴിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതാണ് ആ റെസ്റ്റോറന്റ് ബിസിനസ്സിലെ പാഷൻ ഒരു കൈൻഡ് ഓഫ്. അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ ബ്രാൻഡ് തുടങ്ങിയ സംബന്ധിച്ച് ആളുകളെ ഫാഷൻ സെൻസിൽ കാണാൻ പറ്റുക, ആളുകൾക്ക് പുതിയ എക്സ്പീരിയൻസസ് കൊടുക്കുക, അല്ലെങ്കിൽ ആളുകളുടെ ആസ്പിറേഷൻസ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുക. അപ്പൊ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മളൊരു 10 പേരുടെ അല്ലെങ്കിൽ ഒരു 100 പേരുടെ പ്രോബ്ലം സോൾവ് ചെയ്യുകയും ആ പ്രോബ്ലത്തിനോടും സൊല്യൂഷനോടും നമുക്കൊരു പാഷൻ വേണം. ആ പാഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളൊരു ബിസിനസ്മാനായി മാറും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ഇത്, ഇപ്പോൾ റമീസ് ഇന്റർവെല്ലിൽ 5 വർഷം അല്ലേ? 5 അല്ല, 2018 മുതൽ 7-8 ഇയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അതിൽ ഒരു കാര്യം റമീസ് തന്നെ പറഞ്ഞു, ഈ പറയുന്ന പോലെ പേഴ്സണലൈസ്ഡ് ട്യൂഷൻ. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് പാരന്റ്സിന് കുട്ടികളെ നോക്കാൻ സമയമില്ല എന്നുള്ള രീതിയിൽ, കാരണം ജോലി തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടോ റമീസിന്? പിള്ളേര് പാരന്റ്സിന് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ കിഡ്സിന് നോക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഏറ്റവും കൂടുതൽ മോണിറ്റൈസ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിനെക്കുറിച്ച് സ്വാഭാവികമായിട്ടും പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളുടെ റവന്യൂവിന്റെ നല്ലൊരു ശതമാനം ഇന്ത്യയുടെ പുറത്തുനിന്ന്. അപ്പൊ ഇന്ത്യയുടെ പുറത്തുനിന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി GCC, പിന്നെ യൂറോപ്പ്, US ഒക്കെയാണ്. അപ്പൊ അവിടെ എപ്പോഴും 2 പാരന്റ്സും വർക്കിംഗ് ആവുമ്പം ഇവർക്ക് പലപ്പോഴും, ഇത് ഇന്ത്യൻ പാരന്റ്സിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, ഇന്ത്യൻ പാരന്റ്സ് ഹു ആർ വർക്കിംഗ് അബ്രോഡ്, ഇവർക്ക് പലപ്പോഴും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുന്നില്ല, കുട്ടികളുടെ അക്കാഡമിക്സ് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരുടെ പാരന്റൽ റെസ്പോൺസിബിലിറ്റിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂന്റ് ആയിട്ട് പലപ്പോഴും ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ കാണാറുണ്ട്. അപ്പൊ അതുമൂലം തന്നെ അവർക്ക് വെരി ഹൈ ടിക്കറ്റ് ഒക്കെ പേ ചെയ്യാൻ ഒരു മടിയും ഇല്ലാതെ അവർ പേ ചെയ്യുന്നുണ്ട്. കാരണം അവർ ആ റെസ്പോൺസിബിലിറ്റിയും കൂടെ നമ്മളെ ഏൽപ്പിക്കുകയാണല്ലോ. അപ്പൊ പാരന്റ്സിന്റെ ഇടയിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതിനെ നമ്മൾ നല്ല രീതിയിൽ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഈവൻ നമ്മളൊരു പാരന്റിനെ പോലും ചില കുട്ടികളുടെ അടുത്തൊക്കെ ആക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ഖേദകരമാണ്, വളരെ സങ്കടകരമാണ്. പക്ഷെ അത് സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. കോമൺ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ബേസിക് സ്റ്റോറി എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടുള്ള അല്ലെ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി, അല്ലെങ്കിൽ വളരെ ക്ലോസ് ടു മൈ ഹേർട്ട് എന്ന് പറയുന്ന ഒരു സ്റ്റോറി വെച്ച് പറയാം. ഇപ്പം ഒരു സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷാർജയിൽ നിന്നുള്ള. അപ്പൊ ഈ സ്റ്റുഡന്റ് ഒരു ക്ലാസ് 6th പഠിക്കുന്ന സമയത്താണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. അപ്പൊ പാരന്റിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ കുട്ടി എല്ലാ വർഷവും സ്കൂൾ മാറണം എന്ന് പറഞ്ഞ് വാശി പിടിക്കും. അപ്പം UAE-ലുള്ളൊരു കുട്ടിയാണ്. അപ്പൊ UAE-ലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് എല്ലാ വർഷവും പാരന്റ്സിനെ സംബന്ധിച്ച് ഈ കുട്ടിയെ സ്കൂൾ മാറ്റുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അപ്പം ഹ്യൂജ് എമൗണ്ട് പേ ചെയ്യുന്നുണ്ട്. അവര് ചില വർഷങ്ങളിലൊക്കെ അവർക്ക് താമസം പോലും മാറേണ്ടി വരുന്നുണ്ട് കുട്ടി സ്കൂൾ മാറുന്നത് കൊണ്ട്. അപ്പൊ ഞാൻ കുട്ടിയുമായിട്ട് 1/2 മണിക്കൂർ ഡിസ്കസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടിക്ക് മാത്സ് ടീച്ചർ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കുട്ടി എപ്പോഴും സ്കൂൾ മാറാനെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ടീച്ചർക്ക് കുട്ടിയെ ഇഷ്ടമല്ല, കുട്ടിക്ക് ടീച്ചറെ ഇഷ്ടമല്ല. അപ്പൊ മാത്സ് ടീച്ചർ സ്വാഭാവികമായിട്ട് നമുക്ക് ഇഷ്ടമല്ലാത്തതിന് മെയിൻ കാരണം നമുക്ക് മാത്സിൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റാത്തതോ അല്ലെങ്കിൽ മാത്സ് എന്ന വിഷയം ഇഷ്ടമല്ലാത്തതോ ആയിരിക്കാം. പക്ഷെ ഈ കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയുടെ അരിത്തമെറ്റിക് സ്കില്ലും മാത്തമാറ്റിക്കൽ സ്കിൽസ് എല്ലാം അടിപൊളിയായിരുന്നു, കുട്ടിയുടെ ഓപ്പറേഷൻ സ്കില്ല് അടിപൊളിയായിരുന്നു, കുട്ടിക്ക് പേസ് ഉണ്ടായിരുന്നു, കുട്ടിക്ക് മാത്സ് ഇഷ്ടവുമാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടി 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുന്ന ഒരു സമയത്ത് കുട്ടിക്ക് 2-3 ക്ലാസ്സുകൾ മിസ്സായി. ഞാൻ ഇത് ഈ സ്റ്റോറി 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ആ മിസ്സായ സമയത്ത് കുട്ടിക്ക്
ഇത് മിസ്സായി, അതായത് മൾട്ടിപ്ലിക്കേഷന്റെ കുറച്ച് എലമെന്റ്സ് അറിയില്ല എന്നുള്ളത് ടീച്ചറും റിയലൈസ് ചെയ്തില്ല, പാരന്റും റിയലൈസ് ചെയ്തില്ല. അപ്പൊ കുട്ടിക്ക് മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തതുകൊണ്ട് ഡിവിഷൻ ബുദ്ധിമുട്ടായി. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അറിയാത്തൊരു കുട്ടിയെ സംബന്ധിച്ച് മാത്സിലെ എല്ലാ വിഷയങ്ങളും ബുദ്ധിമുട്ടാവും. അപ്പം ആ ഞാൻ ടീച്ചർ ഒരു 40% കുറ്റം പറയുള്ളൂ, ബാക്കി 60% പാരന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. കുട്ടിക്ക് ആ കാര്യം മനസ്സിലായില്ല എന്നുള്ളതും സ്വാഭാവികമായിട്ട് ആ ഒരു 1 വീക്ക് കുട്ടിയുടെ ഒരു സ്വഭാവം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ ശൈലി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പാരന്റിനെ ഈസിലി മനസ്സിലാക്കാമായിരുന്നു. അത് മനസ്സിലായില്ല എന്നുള്ളത് കൊണ്ട് കുട്ടി അടുത്ത 4 വർഷം 4 ഡിഫറെന്റ് സ്കൂളിൽ പഠിക്കേണ്ടി വരികയാണ്. അപ്പൊ 4 വർഷം 4 സ്കൂളിൽ പഠിക്കുക എന്ന് പറയുന്നത് പാരന്റിനെ സംബന്ധിച്ച് എന്താണ്, സ്കൂൾ ഫീസ് അധികമായിട്ട് കെട്ടേണ്ടി വരുന്നു, പാരന്റ്സിനെ സംബന്ധിച്ച് താമസം മാറേണ്ടി വരുന്നു, ഇത് മാത്രമാണ്. പക്ഷെ ആ കുട്ടിയെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കി, കുട്ടിക്ക് 4 വർഷമായിട്ട് ഒറ്റ ഫ്രണ്ട്സും ഇല്ല. അപ്പൊ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാത്ത, ഫ്രണ്ട്സ് ഇല്ലാത്ത, ബ്രദർഹുഡ് അറിയാത്ത, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എൻജോയ്മെന്റും അറിയാത്ത 4 വർഷമാണ് ആ കുട്ടിക്ക് കുട്ടിയുടെ ചൈൽഡ്ഹുഡിൽ ആ പാരന്റ്സ് സമ്മാനിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് പാരന്റ്സ് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. മറിച്ച് അന്ന് ആ പാരന്റ് ഒരു ദിവസം ആ കുട്ടിയുടെ കൂടെ ഇരുന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ആ ടീച്ചർ ഒരു 15 മിനിറ്റ് കുട്ടിക്ക് സ്പെഷ്യൽ കെയർ കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ടാവില്ലായിരുന്നു. അപ്പം ടീച്ചേഴ്സിന് ഒരിക്കലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂം സെറ്റിങ്ങിന്റെ പ്രോബ്ലമാണ് അത്. നല്ലൊരു 40:1 റേഷ്യോ ഒക്കെ സ്കൂളിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ടീച്ചേഴ്സ് അത് മിസ് ചെയ്യും. പക്ഷെ പാരന്റ്സിനെ സംബന്ധിച്ച് ഒരു പാരന്റിന് 2-3 കുട്ടികളായിരിക്കും ഉണ്ടാവുക. പാരന്റ്സ് അത് ശ്രദ്ധിച്ചേ പറ്റൂ. അത് ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ കുട്ടിക്ക് അവരുടെ ചൈൽഡ്ഹുഡ് തന്നെ ട്രോമാറ്റിക് ആയിട്ട് മാറുകയാണ്. അത് പാരന്റ്സ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കുട്ടികളിൽ ഉണ്ടാവുന്ന പാറ്റേൺസ്, അവരുടെ സ്വഭാവത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളൊക്കെ.